ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ബലിയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛന് അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ബലിയിട്ടത് ഏകദേശം രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5:15 ഇട്ടിട്ട് ബലിതർപ്പണം കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞാനും എൻ്റെ 2 ചേച്ചിമാരുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ 3 പേരാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഭയങ്കര മഴയാണ്. ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതിന് ഭയങ്കര ടാസ്ക്കായിരുന്നു. വണ്ടി വളരെ മെല്ലെ നമുക്ക് വിടാൻ പറ്റില്ല, അത്രയും മഴ, ഒന്നും കാണില്ല പൊതുവെ, മൊത്തം പേമാരി പിടിച്ച മഴ. പക്ഷേ ബലിയിടുന്ന ആ ഒരു സമയത്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്താ പറയുക, മഴ മാറി നിന്നു കേട്ടോ. അതിന് വലിയ എന്തോ ഒരു അനുഗ്രഹം പോലെ തോന്നി. അതവർ പറയുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ തിരുവല്ലാമലയിലും ബലിയൊക്കെ കഴിഞ്ഞ് നേരെ ഐവർ മഠത്തിൽ വന്ന് ശ്രീകൃഷ്ണ ടെമ്പിളിൽ ഞങ്ങൾ അച്ഛന് ഒരു വർഷത്തേക്കുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരെ ഒന്ന് പുറത്ത് കിടക്കണമല്ലോ. പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മഴ തന്നെയാണ്. ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ തുടങ്ങിയ മഴയാണ്. പുറത്ത് ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അതിൽ കൂടെ ഇത് കൂടെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നു. എങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് അപ്പോഴേക്ക് വിശക്കാൻ തുടങ്ങി. നല്ല വിശക്കുന്നുണ്ട്. ഞാൻ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്നും മഴ ഒന്നൊരു പൊടിക്ക് കുറഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ബിൽഡിങ്ങിൽ പോവാന്ന്. വേറെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കുട എടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറി അങ്ങനെ ഒരൊറ്റ വരവ്. പക്ഷെ നമ്മളാരും ശ്രദ്ധിച്ചില്ല. പകുതിയല്ല ഇവിടെ എത്തിയിട്ടാണ് കുടയുടെ കാര്യം. അയ്യോ, ഞാനും വണ്ടിയിൽ വെച്ചിട്ടില്ല, ചേച്ചിമാരാരും അത് ഓർമ്മിച്ചില്ല. അങ്ങനെ മഴ പോണ വരെ അങ്ങനെ ഞങ്ങളല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ. പിന്നെ അതിൽ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ ഒരേട്ടൻ അപ്പുറത്ത് കൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ ചേച്ചി പറഞ്ഞു, ഏട്ടാ ആ കുടയൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ തന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ്റെ കുടയിലാണ് ഞങ്ങൾ 3 പേരും തൊട്ടടുത്തേക്ക് ഞങ്ങളുടെ വണ്ടി കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങോട്ട് ഓടി എത്താനും പറ്റില്ല. കാരണം രാവിലെ വരുമ്പോൾ തന്നെ ഒരുപാട് ക്യൂ ഉണ്ട്. വണ്ടി ഭയങ്കര ക്യൂവിലാണ് വണ്ടികൾ കിടക്കണം. അപ്പോൾ ഞാൻ അങ്ങേ തലയെ കൊണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴേക്ക് ട്രാഫിക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി ഇട്ടു. ചേച്ചിമാർ രണ്ടാലും മുന്നിൽ ഓടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ക്യാമറയും പൊക്കി പിടിച്ച് പിന്നാലെ ഞാനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം വണ്ടിയിൽ കയറി വണ്ടി എടുത്തു. അപ്പം തുടങ്ങിയതാണ് വിശക്കണോ. ഞാൻ പറഞ്ഞു, തൊട്ടടുത്ത് ഏതെങ്കിലും നല്ല ഹോട്ടലുണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കാം. ആദ്യം കാപ്പി കുടിക്കാനുള്ള പ്ലാനായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ ഒരുപാട് പരിപാടി, കാരണം വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പോയിട്ട് വേണം ഓരോ പരിപാടികൾ തുടങ്ങാൻ. അങ്ങനെ തൊട്ടടുത്തൊരു ചെറിയൊരു കോഫി ഷോപ്പ് കണ്ടു. അവിടെ പോയപ്പോൾ ചായ പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ. അപ്പം എന്നാൽ ചൂട് ഭൂരി ഓരോന്നിങ്ങോട്ട് പോരട്ടെ എന്നും പറഞ്ഞ് നല്ല കാപ്പിയും ഭൂരിയും ഒക്കെ പാടെ തട്ടിയിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പേരെ വെച്ച് പിടിച്ചിട്ട് വീട്ടിലെത്തി. പിന്നെ ഓരോരോ തിരക്കുകളായിരുന്നു. കോഴി നേരാക്കൽ, പിടിക്കൽ, അങ്ങനെ നാടൻ കോഴിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കള്ള് വാങ്ങിയിട്ടുള്ള ഒക്കെ ഓരോ സൈഡിൽ കൂടെ ഓടി പിടിച്ച് എല്ലാം ശരിയാക്കിയിട്ടോ. ഒരു 12 നമ്മളേക്ക് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ശരിയാക്കി വെച്ചു. അപ്പോഴേക്ക് പിന്നെ വീട്ടുകാരെല്ലാവരും വരാൻ തുടങ്ങി. അമ്മേൻ്റെ ഏട്ടന്മാർ, അനിയന്മാർ, അങ്ങനെ ചേച്ചിമാർ, നമ്മുടെ വീട്ടിലത്തെ അച്ഛൻ്റെ വീട്ടിൽ എല്ലാ ആൾക്കാരും വരാൻ തുടങ്ങി. ഇതിപ്പോൾ അച്ഛൻ്റെ ആണ്ടാണ് കേട്ടോ. അച്ഛൻ മരണപ്പെട്ടിട്ട് 1 വർഷം തികയാണ്, ആദ്യത്തെ വർഷമാണ്. അമ്മ മരണപ്പെട്ടിട്ട് 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷം ആവണം. അത് അച്ഛനും അമ്മയും ഒരു 4 ദിവസം 5 ദിവസം ഗ്യാപ്പിലാണ് മരണപ്പെടുന്നത്. അതായത് നാൾ വെച്ച് നോക്കുമ്പോൾ അമ്മ മരണപ്പെട്ടതിൻ്റെ ഒരു 4 ദിവസം മുന്നേ ഡേറ്റ് പ്രകാരം അച്ഛൻ മരണപ്പെട്ടു. ഏകദേശം ഒരേ മാസം തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അമ്മേൻ്റെ ആണ്ടുണ്ട്. അങ്ങനെ എല്ലാവരും വെള്ളം കൊടുത്തു, പൂവ് കൊടുത്തു, അരി കൊടുത്തു, അങ്ങനെ എല്ലാ ക്രിയാകർമ്മങ്ങളും ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. 2-3 ദിവസത്തെ ഉറക്കക്ഷീണം എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട്. ആരും ഉറങ്ങിയിട്ടില്ല. ബലി ഞങ്ങൾ ഒരിക്കലെടുക്കലും പിന്നെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യൽ, രാവിലെ 4 മണിക്ക് നീച്ചിട്ടുള്ള കുളി. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണല്ലോ. അതാണ് എല്ലാവർക്കും കുറച്ച് മടി പിടിക്കാൻ കാരണം പുലർച്ചെ 4 മണിക്ക് നീച്ച് കുളിക്കുക, അതും പച്ചവെള്ളത്തിൽ കുളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും ഒരു ചെറിയൊരു ടാസ്ക്കാണത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾ ഉദ്ദേശിച്ചാലും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെന്താ പറയുക, പിന്നെ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയാൻ തുടങ്ങി. അവർ വന്നവരൊക്കെ മഴ ചെറിയ തോരലിന് ഓരോരുത്തരും വണ്ടി എടുത്തിട്ട് മെല്ലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. ഞാനും ഈ പറഞ്ഞ പോലെ ഒരു 3-3:30 ഒക്കെ ആയപ്പോഴേക്കും വെറുതെ ചുമ്മാ ഒന്ന് കടന്നു. എൻ്റെ പെങ്ങളുടെ 2 കുട്ടികളെ, എൻ്റെ ചെറിയ പെങ്ങളുടെയും വലിയ പെങ്ങളുടെയും കുട്ടി അപ്പുറം വന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നല്ല കൂർക്കം വലിയായി, അവനും ഉറങ്ങി, അവൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി.